വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഈസ് സെറാഫീന. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ സെറാഫീന. ഞാനൊരു സോഷ്യോളജിസ്റ്റാണ്, ഞാനൊരു സെലിബ്രിറ്റി ഗൈഡാണ്, അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ കോച്ചാണ്, എഫിഷ്യൻസി കോച്ചാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാ ടൈപ്പ് വീഡിയോസും അപ്ലോഡ് ചെയ്യും. എങ്കിലും നമ്മൾ കൂടുതൽ മാനിഫെസ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെബ്രുവരി എന്ന് പറയുന്ന മന്ത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക്, നമ്മൾ പലരുടെയും മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഒരു ഡേറ്റ് ആണ് ഫെബ്രുവരി 14 അല്ലേ. അത് വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കൺസൾട്ടേഷൻ എടുക്കുന്ന ഒരുപാട് പേരെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ്. ഒരുപാട് പേര് നമ്മളെ ഡെയിലി കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്, റിലേഷൻഷിപ്പ് ഇഷ്യൂ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂ, അങ്ങനെ എന്ത് കാര്യത്തിലും നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലംസ് നമ്മളോട് ഷെയർ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഒരു പ്രോപ്പർ ഗൈഡൻസ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സക്സസ് അച്ചീവ് ചെയ്യാൻ നിങ്ങളെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഇതിനോടകം 1000 പേര് കവിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ലൈവിൽ വന്നപ്പോൾ പറഞ്ഞായിരുന്നു, ഞാൻ 1000ാമത്തെ എൻ്റെ ക്ലയൻറ്റിനോട് സംസാരിച്ചു. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ് ഗൈസ്. ഞാൻ എൻ്റെ 1000 ക്ലയൻറ്റ്സ് കഴിഞ്ഞു. ഇപ്പം 1000ത്തിൽ കൂടുതലായി കേട്ടോ. ഇപ്പം 3-4 ദിവസമായി. അന്ന് എൻ്റെ 1000ാമത്തെ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ 2023 ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഗൈഡൻസ് എന്ന് പറയുന്ന കാര്യം സ്റ്റാർട്ട് ചെയ്തത്. 1000 പേരോട് കണക്റ്റ് ആയി എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഐ എം സോ ഹാപ്പി. നിങ്ങളോട് ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ലൈവിൽ ഞാൻ അന്ന് തന്നെ വന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ 999ാമത്തെ ക്ലയൻറ്റിനോട് സംസാരിച്ചപ്പോഴത്തേക്കിനും എനിക്ക് 1000ാമത്തെ ആളിനോട് സംസാരിക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഗൈസ്, എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ടു കണക്ട് വിത്ത് പീപ്പിൾ. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ആൾക്കാരുമായിട്ട് കണക്റ്റ് ആവുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യം. ആൻഡ് അത് നടന്നു. 1000 പേരോട് നമ്മളൊരു 1000 പേർക്ക് ഗൈഡൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല എന്ന് എനിക്കറിയാം. ആൻഡ് എനിക്ക് അതിൽ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഞാൻ അതിൽ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡും ഈ ഒരു അവസരത്തിൽ എനിക്ക് എല്ലാവരോടും പറയാനുണ്ട്. ആൻഡ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വാലന്റൈൻസ് ഡേ മാനിഫെസ്റ്റേഷൻ ആണ്. ഓക്കെ, അപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നതിൽ കുറേ പേര് ചോദിക്കുന്നൊരു കാര്യമാണ്, എനിക്ക് എൻ്റെ എക്സിനെ തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എൻ്റെ ലൈഫിലോട്ട് കൊണ്ടുവരണം, അതിനെന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പ് ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ സിവിയർ ആയിട്ടുള്ള ഡിവോഴ്സ്, ബ്രേക്കപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്, ഈ വരുന്ന വാലന്റൈൻസ് ഡേയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും അതുപോലെ വാലന്റൈൻസ് ഡേ വരെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുമാണ്. പലരും ഈ റിലേഷൻഷിപ്പ് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ഫുൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് അവർക്കൊരു സെൽഫ് ഡൗട്ട് ഉണ്ടാവും. എന്നെ കാണാൻ കൊള്ളാമോ? എന്നെ ആൾക്കാർ ഇഷ്ടപ്പെടുമോ? എന്നെ ഒരു സോൾമേറ്റ് ആയിട്ട് ഒരാൾ കാണുമോ? ഞാൻ അവർക്ക് ഡിസേർവിങ് ആണോ? അല്ലെങ്കിൽ എന്നെ അവർക്ക് ഡിസേർവിങ് ആണോ എന്നൊക്കെയുള്ള സെൽഫ് ഡൗട്ട് കൊണ്ടിരിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. അപ്പോൾ ഒരു സോൾമേറ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുമ്പം ഇവർ തന്നെ ഇവരുടെ മനസ്സിൽ ഇവരെ തന്നെ പുൾ ബാക്ക് ചെയ്ത് നിർത്തുകയാണ്. നോ, ടൈം ആയിട്ടില്ല എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. സോ ആദ്യം ചെയ്യേണ്ടത് സെൽഫ് ലവ് എന്ന് പറയുന്ന കാര്യം ഗ്രോ ചെയ്ത് കൊണ്ടുവരിക. നിങ്ങളെ സ്നേഹിച്ചാലേ മറ്റൊരാൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റൂ. അതാണ് സത്യം. സോ നിങ്ങൾ ആദ്യം നിങ്ങളെ സ്നേഹിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് ലവ് അഫർമേഷൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഞാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്, ഞാൻ വളരെ ഹാൻഡ്സം ആണ്, എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു, ഞാൻ സ്നേഹം കണ്ടെത്തുന്നു, സ്നേഹം എന്നെ കണ്ടെത്തുന്നു. ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട് തുടങ്ങുക. ആൻഡ് നിങ്ങളെ മറ്റുള്ളവരും ഇഷ്ടപ്പെട്ട് തുടങ്ങും. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടേംസ് ഞാൻ പറഞ്ഞു തരാം. ഇത് കണ്ടില്ലേ, വാലന്റൈൻസ് ഡേ മാനിഫെസ്റ്റേഷൻ ഞാനിവിടെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. വാലന്റൈൻസ് ഡേ മാനിഫെസ്റ്റേഷൻ
ഓക്കെ, അപ്പം നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടേംസ് ഞാൻ പറയാം. ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന 2 ടേംസ് ഉണ്ട്. ഈ 2 ടേംസ് നിങ്ങൾ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുക, റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. മനസ്സിലായില്ലേ? സ്വിച്ച് വേർഡ്സ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഇതൊരു കൈൻഡ് ഓഫ് സ്വിച്ച് വേർഡ്സ് ആണ്. ഈ വേർഡ്സ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് MAM, മാം എന്ന് പറയും. മാനിഫെസ്റ്റിംഗ് അബൻഡൻസ് ആൻഡ് നർച്ചറിങ് എനർജീസ്. മാനിഫെസ്റ്റിംഗ് അബൻഡൻസ് ആൻഡ് നർച്ചറിങ് എനർജീസ്. ഓക്കെ, അടുത്ത ടേം ആണ് OVC, ഒപ്റ്റിമൈസിങ് ലവ്, വാല്യൂ ആൻഡ് കണക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ടേംസ് നിങ്ങൾ ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്തോളൂ. നിങ്ങൾ ഡെയിലി ഇത് എഴുതി എഴുതി വായിച്ചു നോക്കുക. കൂടുതൽ നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസസ് ഒക്കെ ട്രൈ ചെയ്യുക. ഞാൻ ഇപ്പോഴും അടിവരയിട്ട് പറയുന്നൊരു കാര്യമാണ്, പലരും പറയുന്നുണ്ട് എനിക്ക് ഗേൾ ഫ്രണ്ട് സെറ്റ് ആവാൻ എന്ത് ചെയ്യണം, എനിക്ക് ബോയ് ഫ്രണ്ട് സെറ്റ് ആവാൻ എന്ത് ചെയ്യണം, എൻ്റെ എക്സിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരണം, എനിക്ക് ഇന്ന ആളിനെ എങ്ങനെ, എൻ്റെ ക്രഷിനെ എങ്ങനെ കല്യാണം കഴിക്കണം, ഇങ്ങനെ ഒത്തിരി പേര് എനിക്ക് ഡെയിലി നമ്മുടെ സെഷൻസ് എടുത്ത് ചോദിക്കുന്നവരുണ്ട്, അല്ലാതെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യൂ. നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്താലേ ഇത് വർക്ക് ആവുള്ളൂ എന്ന അൾട്ടിമേറ്റ് ട്രൂത്ത് നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ നിങ്ങളുടെ എനർജീസ് ഹൈ ആക്കി നിർത്തുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് പറയാനുള്ളത്. അപ്പോൾ എന്നും പറയുന്നത് പോലെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. കമ്മ്യൂണിറ്റിയിൽ ഡെയിലി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഫ്രീ ആയിട്ട്, അതും എക്സ്ക്ലൂസീവ്ലി ഫ്രീ ആയിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. നിങ്ങളെ പോസിറ്റീവായിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്. തികച്ചും ഫ്രീ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ നമുക്ക് നോ യുവർ സെൽഫ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പും കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി നമ്മളുടെ പുതിയ പുതിയ കാര്യങ്ങളെ പറ്റിയുള്ള അപ്ഡേഷൻസ് നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ സെഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ പ്രോബ്ലംസ് കേട്ടിട്ട് അതിനനുസരിച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ജനറൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് അല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പെയ്ഡ് സെഷൻസ് ആണ്, എല്ലാം പെയ്ഡ് സെഷൻസ് ആണ്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഗ്രൂപ്പിലും ഫ്രീ ആയിട്ടാണ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വാലന്റൈൻസ് ഡേ അടിപൊളിയാവട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്കിന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വാലന്റൈൻസ് ഡേ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ബൈ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.